പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10th ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ലെൻസസ്. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു കോൺവെർസേഷൻ എന്താണെന്ന് നോക്കാം. ഹൗ ഫാർ അവേ ആർ ദ സ്റ്റാർസ്? ദേ ക്യാൻ ബി സീൻ വെരി ക്ലോസ് വെൻ വ്യൂഡ് ത്രൂ ദിസ്. അതായത് ഒരു ടെലസ്കോപ്പിലൂടെ കുട്ടികൾ നോക്കുന്ന ഒരു ചിത്രമാണ് ഇവിടുത്തെ കൊടുത്തിരിക്കുന്നത്. കാരണം ടെലസ്കോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കുട്ടികൾ പറയുന്നത്, അതായത് എത്രയോ ദൂരെയാണ് നക്ഷത്രങ്ങൾ കിടക്കുന്നത്, പക്ഷേ ഇതിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ അടുത്തായി കാണാൻ പറ്റും. ദെൻ അടുത്ത കുട്ടി പറയുന്നത്, ഹൗ ഡസ് എ ടെലസ്കോപ്പ് മേക്ക് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് അപ്പിയർ സോ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ക്ലോസ്? എങ്ങനെയാണ് ഒരു ടെലസ്കോപ്പ് ദൂരെയുള്ള വസ്തുക്കളെ കൃത്യമായിട്ടും അതേപോലെ അടുത്തുമായി കാണിക്കുന്നതെന്നാണ്. ഇതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിലേക്ക് പോവാം. ഹവ് യു എവർ ഹാഡ് സച്ച് ഡൗട്ട്? ഇതുപോലെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഒബ്സർവ് ഫിഗർ 2.1. ഹവ് യു നോട്ടീസ്ഡ് ഓൾഡർ പീപ്പിൾ യൂസിങ് റീഡിംഗ് ലെൻസ് ടു മേക്ക് ലെറ്റർ അപ്പിയർ ലാർജസ്? അതായത് പ്രായമുള്ള ആൾക്കാരൊക്കെ അക്ഷരങ്ങൾ കൂടുതൽ വലുതായി കാണിക്കാൻ വേണ്ടി ലെൻസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാ? വേർ എൽസ് ആർ ലെൻസസ് യൂസ്ഡ്? റൈറ്റ് ദം ഡൗൺ. അതായത് വേറെ എവിടെയൊക്കെയാണ് ലെൻസസ് യൂസ് ചെയ്യുന്നത് അല്ലേ? നിങ്ങളെ കയ്യിലൊക്കെ ചെറിയ ലെൻസുകൾ ഉണ്ടാവാം. ടോയ്സ്, അതേപോലെ സ്പെക്ടക്കിൾസിൽ, ഡോർ ലെൻസിൽ ലെൻസ് ഫിക്സ്ഡ് ഓൺ ദ ഡോർ ടു വ്യൂ ദ ഔട്ട് സൈഡ്. അതായത് പുറമെയുള്ള കാര്യങ്ങൾ ഡോർ ഓപ്പൺ ചെയ്യാതെ തന്നെ ആ ലെൻസിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഡോറിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറമെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ദെൻ ക്യാമറയിൽ, അതേപോലെ മൈക്രോസ്കോപ്പിലൊക്കെ ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. വാട്ട് മേക്സ് ദീസ് ലെൻസസ് ഡിഫറെൻറ്റ് ഫ്രം എ ഷീറ്റ് ഓഫ് ഗ്ലാസ്? ലെറ്റ്സ് എക്സാമിൻ. അതായത് ഈ ലെൻസിൻ്റെ പ്രത്യേകതകൾ, ഈ ലെൻസ് ഒരു ഗ്ലാസ് ഷീറ്റിൽ നിന്നും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ ലെൻസിനുള്ളതെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതായത് ഫിഗർ 2.2a, allow sunlight to fall on a paper through a thin sheet of glass. What is observed? അതായത് ഒരു ടേബിളിൻ്റെ മേലെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. ആ പേപ്പറിലേക്ക് ഒരു ഗ്ലാസ് ഷീറ്റിലൂടെ സൺലൈറ്റ് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. വേരി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പേപ്പർ ആൻഡ് ദ ഗ്ലാസ് ഷീറ്റ്. വാട്ട് ഡു യു ഒബ്സർവ്? അതായത് ഈ ഗ്ലാസ് ഷീറ്റും പേപ്പറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട്, അതായത് ഗ്ലാസ് ഷീറ്റ് പേപ്പറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും, അതേപോലെ കുറച്ച് ദൂരേക്ക് കൊണ്ടുവന്ന സമയത്ത് എന്ത് വ്യത്യാസമാണ് കാണാൻ പറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ സൈസ് ഓഫ് ദ ഇല്ലൂമിനേറ്റഡ് പാർട്ട് ഡസ് നോട്ട് ചേഞ്ച് വെദർ ദ ഗ്ലാസ് ഷീറ്റ് ഈസ് നിയർ ഓർ ഫാർ ഫ്രം ദ പേപ്പർ. അതായത് ഈ ഗ്ലാസ് ഷീറ്റ് പേപ്പറിൽ നിന്ന് അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിലും ദൂരേക്ക് കൊണ്ടുപോവുകയാണെങ്കിലും ആ ഇല്ലൂമിനേറ്റഡ്, അതായത് ആ പേപ്പറിൻ്റെ ഇല്ലൂമിനേറ്റഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് തട്ടുന്ന സമയത്ത് ആ ലൈറ്റ് ഉണ്ടാകുന്ന ഒരു പേപ്പറിൻ്റെ ആ ഭാഗം, അതിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല, അതിൻ്റെ സൈസിൽ വ്യത്യാസവും കാണുന്നില്ല. ഡു ദ സെയിം ആക്ടിവിറ്റി യൂസ് റീഡിംഗ് ലെൻസ്. അതായത് നമുക്ക് നെക്സ്റ്റ് ഫിഗർ 2.2bയിൽ ഒരു റീഡിംഗ് ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ അക്ഷരങ്ങളൊക്കെ വായിക്കാൻ ഉപയോഗിക്കുന്ന കുട്ടികളുടെ കയ്യിലൊക്കെ ഉണ്ടാവും ഈ ലെൻസ്. അപ്പോൾ അവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി എന്തൊക്കെ ഒബ്സർവേഷനാണ് നോക്കാം. നോട്ട് ദാറ്റ് വെൻ ദ ലെൻസ് ഈസ് ഹെൽഡ് അറ്റ് എ സ്പെസിഫിക് ഡിസ്റ്റൻസ് ഫ്രം ദ പേപ്പർ. ഇതേപോലെ തന്നെ ലെൻസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിൽ എത്തുന്ന സമയത്ത് ദ സൈസ് ഓഫ് ദ ഇല്ലൂമിനേറ്റഡ് ഏരിയ ഈസ് ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ് ആൻഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് ദാറ്റ് ഏരിയ ഇൻക്രീസസ്. അതായത് ഇല്ലൂമിനേറ്റഡ് ഏരിയൻ്റെ ആ ഒരു സൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ആ ഒരു ഏരിയ വളരെയധികം കുറയുകയും അവിടെയുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, പ്രകാശത്തിൻ്റെ തീവ്രത കൂടുകയും ചെയ്യും. അതായത് നമ്മൾ ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ വെക്കുന്ന സമയത്ത് ആ പ്രകാശമായിട്ടുള്ളത് ചെറിയൊരു പോയിന്റിലേക്ക് ഒതുങ്ങിയിട്ട് എന്ത് ചെയ്യും, കുറഞ്ഞ ഏരിയയിലേക്കായിട്ട് മാറുകയും ചെയ്യും. അവിടെ ഉണ്ടാകുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. ഹോൾഡ് ദ ലെൻസ് അറ്റ് ദാറ്റ് പോയിന്റ് ഫോർ എ ലോങ്ങർ ടൈം. ക്യാൻ യു സീ ദ പേപ്പർ സ്മോൾഡറിങ് ആൻഡ് ക്യാച്ചിങ് ഫയർ? അതായത് ഇതേ പൊസിഷനിൽ നമ്മൾ കുറേ സമയം വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പേപ്പർ ഇതേപോലെ പുക വന്നിട്ട് കത്തുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ ലെൻസിനെയും മുരടിനെ കുറിച്ച് ബേസിക് ആയിട്ട് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ടല്ലേ, അതായത് ഒരു കപ്പൽ, ഒരു ലെൻസ് ഉപയോഗിച്ച് കപ്പൽ കത്തിച്ചൊരു കഥ അവിടെ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം എന്തൊക്കെ ഫീച്ചേഴ്സാണെന്ന്. വാട്ട് ഫീച്ചേഴ്സ് ഡസ് ദ ലെൻസ് ഹാവ് ദാറ്റ് ദ ഗ്ലാസ് ഷീറ്റ് ഡസൻറ്റ്? ഗ്ലാസ് ഷീറ്റിനില്ലാത്ത എന്തൊക്കെ പ്രത്യേകതകളാണ് ലെൻസിനുള്ളതെന്ന്. ഇവിടെ നമുക്കറിയാം ലെൻസുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 2 ടൈപ്പ് ലെൻസുകളാണുള്ളത്, കോൺവെക്സ് ലെൻസ് എന്നും കോൺകേവ് ലെൻസും. ഒബ്സർവ് ദ ലെൻസ് യൂസ്ഡ് ഇൻ ദ പ്രീവിയസ് ആക്ടിവിറ്റി ആൻഡ് നോട്ട് ഡൗൺ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്. ഇവിടെ ഒരു ഫിഗർ 2.3ൽ കോൺവെക്സ് ലെൻസിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. സ്കൂൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഒക്കെ. ഇനി എന്തൊക്കെ പ്രത്യേകതകളാണ് ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, തിക്കർ ഇൻ ദ മിഡിൽ പോർഷന് നല്ല കട്ടി കൂടിയതായിരിക്കും. ഷോസ് ദി ഒബ്ജക്റ്റ് മാഗ്നിഫൈഡ്. ഒബ്ജക്ട്സിനെ മാഗ്നിഫൈ ചെയ്യും, അല്ലെങ്കിൽ വലുതായി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. തിന്നർ അറ്റ് ദ എഡ്ജസ്, അതായത് മിഡിൽ പോർഷന് തിക്കറായിരിക്കും, അതിൻ്റെ എഡ്ജ് തിന്നായിരിക്കും, കട്ടി കുറഞ്ഞതുമായിരിക്കും. ഈ ഒരു ടൈപ്പ് ലെൻസാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്.
The lens you are now familiar with is called convex lens. It is understood that such lenses can converge light rays. ഈ ലെൻസിൻ്റെ പ്രത്യേകത ഈ ലെൻസിന് ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലേക്ക് കൂടിച്ചേരുന്നതിനാണ് കൺവേർജ് ചെയ്യുക എന്ന് പറയാം. ഒബ്സർവ് അനദർ ടൈപ്പ് ഓഫ് ലെൻസ് ഫിഗർ 2.4. വാട്ട് ഈസ് ഹിസ് ഫീച്ചേഴ്സ്? അതായത് നെക്സ്റ്റ് മറ്റൊരു ലെൻസിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ആ ലെൻസിൻ്റെ പേര് കോൺകേവ് ലെൻസ് എന്നാണ്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? ആ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. തിന്നർ ഇൻ ദ മിഡിൽ പോർഷന് തിന്നർ ആയിരിക്കും ആൻഡ് തിക്കർ അറ്റ് ദ എഡ്ജസ് കട്ടി കൂടിയതുമായിരിക്കും. ദെൻ ഇറ്റ് ഷോസ് ഒബ്ജക്റ്റ് സ്മോളർ, അതായത് ഒബ്ജക്റ്റിനെ ചെറുതായിട്ട് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? കോൺകേവ് ലെൻസ്. ട്രൈ ടു ബേൺ എ പീസ് ഓഫ് പേപ്പർ വിത്ത് സച്ച് ലെൻസസ്. ഇസ് ഇറ്റ് പോസിബിൾ? അതായത് നമ്മൾ നേരത്തെ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഒരു പേപ്പർ കത്തിച്ചു എന്ന് പറഞ്ഞല്ലോ, അതേപോലെ കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് അതേ ആക്ടിവിറ്റി ചെയ്യാനാണ് പറഞ്ഞിട്ട്. അത് നമുക്ക് പറ്റുമോ? ഇല്ല. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ടൈപ്പ് ഓഫ് ലെൻസസ് കനോട്ട് കൺവേർജ് ലൈറ്റ് റേസ്. ഈ ടൈപ്പ് ലെൻസുകൾക്ക് ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യാൻ കഴിയില്ല. സച്ച് ലെൻസസ് ആർ കോൾഡ് കോൺകേവ് ലെൻസസ്. Then list the characteristic of concave lens and convex lenses in the table. ഇവിടെ ടേബിൾ 2.1 കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ കോൺവെക്സ് ലെൻസ് എന്നും അതേ സൈഡിൽ കോൺകേവ് ലെൻസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. തിക്കർ ഇൻ ദ മിഡിൽ, കോൺവെക്സ് ലെൻസ് തിക്കർ ഇൻ ദ മിഡിലാണ്. തിന്നർ അറ്റ് ദ എഡ്ജസ് ആണ്, എഡ്ജസിൽ തിന്നായിരിക്കും. ഷോസ് ദി ഒബ്ജക്റ്റ് മാഗ്നിഫൈഡ്. ദെൻ കോൺകേവ് ലെൻസിൻ്റെ കേസിൽ തിന്നർ ഇൻ ദ മിഡിൽ, തിക്കർ അറ്റ് ദി എഡ്ജസ്, ഷോസ് ദി ഒബ്ജക്റ്റ് ഇൻ സ്മോളർ സൈസ്, ഒബ്ജക്റ്റിന് ചെറുതായിട്ട് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഒബ്സർവ് ദ ലെറ്റേഴ്സ് ത്രൂ ഈച്ച് ലെൻസ് ആൻഡ് മൂവ് ദ ലെൻസ് ടു വൺ സൈഡ്. വാട്ട് ഈസ് ഒബ്സർവേഷൻ? അതായത് നമ്മൾ കുറച്ച് ലെറ്റേഴ്സ് കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ലെൻസ് ഈ ലെറ്റേഴ്സിൻ്റെ മുകളിലൂടെ എന്ത് ചെയ്യുക, മൂവ് ചെയ്യിക്കുക. അപ്പോൾ എന്ത് ഒബ്സർവേഷനാണ് നമുക്ക് കിട്ടുന്നതെന്നാണ്. വെൻ എ കോൺവെക്സ് ലെൻസ് ഈസ് യൂസ്ഡ് ദ ലെറ്റേഴ്സ് അപ്പിയർ ടു മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ ലെറ്റേഴ്സിൻ്റെ മേലെ വെച്ച് കോൺവെക്സ് ലെൻസാണ് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ ലെറ്റേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. Then when a concave lens is used, the letters appear to move in the same direction. കോൺകേവ് ലെൻസാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഈ ലെറ്റേഴ്സ് സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതായത് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ ലെൻസ് മൂവ് ചെയ്യിക്കുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും കോൺകേവ് ലെൻസ് യൂസ് ചെയ്യുമ്പോൾ ലെറ്റേഴ്സ് മൂവ് ചെയ്യുക. ദിസ് ആക്ടിവിറ്റി ക്യാൻ ബി യൂസ്ഡ് ആസ് എ മെത്തേഡ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കോൺവെക്സ് ആൻഡ് കോൺകേവ് ലെൻസ്. കോൺവെക്സും കോൺകേവും നമുക്ക് വേർതിരിച്ചറിയാനുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. Then observe figure 2.5a and 2.5b. Each lens has two faces. When light passes through them, refraction occurs. That means a lens has two refracting surfaces. അതായത് നമുക്കറിയാം ഒരു ലെൻസ് ലഭിക്കുന്നത് രണ്ട് ഐസ്ക്രീം ബോൾ എടുക്കുക അല്ലേ, ആ ഐസ്ക്രീം ബോളിൻ്റെ ടോപ്പുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുകയാണെങ്കിൽ രണ്ടും കൂടെ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഈ ഒരു ടൈപ്പ് ലെൻസ് ആ ഒരു ഫിഗറിൽ അല്ലെങ്കിൽ രണ്ട് ബോളിൻ്റെ റിഫ്രാക്റ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് സർഫസും എന്തായിരിക്കും, റിഫ്രാക്റ്റിംഗ് ആയിരിക്കും. റിഫ്രാക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റിൻ്റെ പാത്തിന് ഉണ്ടാകുന്ന ഒരു ഡീവിയേഷനാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്ത്, ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ടായിരിക്കും. റിഫ്രാക്റ്റിംഗ് സർഫസസ് ഓഫ് എ ലെൻസ് ആർ പാർട്ട് ഓഫ് സ്ഫിയേഴ്സ്. ഒരു സ്ഫിയറിൻ്റെ ഭാഗമായി വരുന്ന റിഫ്രാക്റ്റിംഗ് സർഫസാണ് ലെൻസ് എന്ന് പറഞ്ഞത്. ലെൻസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന രണ്ട് സ്ഫിയേഴ്സ് ഇങ്ങനെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് സ്ഫിയേഴ്സും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഉണ്ടാകുന്നതാണ് ഒരു കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ. ദെൻ കോൺകേവ് ലെൻസിൻ്റെ കേസിലാണെങ്കിലും അതേപോലെ തന്നെ. എ ലെൻസ് ഈസ് എ ട്രാൻസ്പെറൻറ്റ് മീഡിയം ഇൻ വിച്ച് ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ് ഈസ് പാർട്ട് ഓഫ് ദ സ്ഫിയർ. അതായത് ഒരു ലെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയമാണ്. ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ കടത്തി വിടുന്നത്. ഇൻ വിച്ച് ഓരോ റിഫ്രാക്റ്റിംഗ് സർഫസും എന്ത് ചെയ്യും, ഒരു സ്ഫിയറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇവിടെ രണ്ട് സ്ഫിയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ റിഫ്രാക്റ്റിംഗ് സർഫസും ഓരോ സ്ഫിയറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, കോൺവെക്സ് ആണെങ്കിലും കോൺകേവ് ആണെങ്കിലും. ദെൻ ടേംസ് റിലേറ്റഡ് ടു ലെൻസസ്. ഈ ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ലെൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രധാനമായിട്ടുള്ള ടേംസ്. നിങ്ങൾ മിററുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടേംസ് ഓൾറെഡി 8th പഠിച്ചിട്ടുണ്ടാവും. ദെൻ ഒപ്റ്റിക് സെൻറ്റർ. ദ മിഡ് പോയിൻ്റ് ഓഫ് എ ലെൻസ് ഈസ് ദ ഒപ്റ്റിക് സെൻറ്റർ. ഒരു ലെൻസിൻ്റെ മിഡ് പോയിൻറ്റിനാണ് അല്ലെങ്കിൽ സെൻറ്ററിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. അത് O എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ. ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് എ ലെൻസ് ഈസ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ. ദ സെൻറ്റേഴ്സ് ഓഫ് സച്ച് സ്ഫിയേഴ്സ് ആർ ദ സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ. അതായത് ഇതിലൊരു ലെൻസ് ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് സ്ഫിയറിൻ്റെ പോർഷൻ എടുത്തിട്ടാണ് നമ്മൾ ലെൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ സ്ഫിയറിൻ്റെയും സെൻറ്ററിനാണ് എന്ത് പറയുന്നത്, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ ഉണ്ടായിരിക്കും, C1ഉം C2ഉം. ദെൻ ഒപ്റ്റിക് ആക്സിസ്. The optic axis is the imaginary line passing through the centers of curvature and the optic center of a lens.
ഒരു ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിലൂടെയും രണ്ട് സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചറിലൂടെയും കടന്നു പോകുന്ന ഒരു ഇമാജിനറി ലൈനാണ് ഇത് ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. ദെൻ അപ്പർച്ചർ, ദ ഏരിയ ഓഫ് ദ ലെൻസ് ത്രൂ വിച്ച് ലൈറ്റ് പാസസ് ഈസ് കോൾഡ് അപ്പർച്ചർ. അതായത് ലൈറ്റ് പാസ് ചെയ്യുന്ന ഒരു ഏരിയക്കാണ് എന്ന് പറയുന്നത്, ലെൻസിൻ്റെ ഭാഗത്തിന് ആ ഒരു ഏരിയക്കാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. ഇൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് ആസ് ക്യാമറാസ് ആൻഡ് മൈക്രോസ്കോപ്പ് ദ അപ്പർച്ചർ ക്യാൻ ബി വാരിയഡ് ബൈ യൂസിങ് ദ സ്റ്റോപ്പ്. അതായത് അപ്പർച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യത്യാസപ്പെടുത്താൻ പറ്റും. അപ്പർച്ചർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ കഴിയും. ദെൻ ഒബ്സർവ് ഫിഗേഴ്സ് 2.6a ആൻഡ് 2.6b. താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറയുന്നത്. വിച്ച് ഫിഗർ റെപ്രസെൻറ്റ് കോൺവെക്സ് ലെൻസ്? ഏത് ഫിഗറാണ് കോൺവെക്സ് ലെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എ. ആൻഡ് വിച്ച് വൺ റെപ്രസെൻറ്റ് കോൺകേവ് ചെയ്യുന്നത്? സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചേഴ്സിനാണ് C1 ഉം C2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വിച്ച് റെഫേഴ്സ് ടു ദ ഒപ്റ്റിക് സെൻറ്റർ? ഒപ്റ്റിക് സെൻറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതാണ്? O ആണ്. വിച്ച് റെപ്രസെൻറ്റ് ദ ഒപ്റ്റിക് ആക്സിസ്? ദ ലൈൻ കണക്റ്റിംഗ് C1 O C2, ആ ലൈന്, അതായത് രണ്ട് സ്ഫിയേഴ്സിൻ്റെയും സെൻറ്റർ ഓഫ് കർവേച്ചറും ആ ഒരു ഓയും കൂടെ അതിലൂടെ പാസ് ചെയ്യുന്ന ആ ലൈനാണ് ഇത് ഒപ്റ്റിക് ആക്സിസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി ടു ഫൈൻഡ് ദ പ്രിൻസിപ്പൽ ഫൊസൈ ഓഫ് ലെൻസസ്. ഫൊസൈ എന്ന് പറഞ്ഞാൽ ഫോക്കസിൻ്റെ പ്ലൂരലാണ് ഫൊസൈ എന്ന് പറഞ്ഞാൽ. ദെൻ മെറ്റീരിയൽസ്, ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഫിഗർ 2.7. എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടത് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനെന്ന് നോക്കാം. എ ബോക്സ് അബൌട്ട് 50 cm ലെങ്ത്, 30 cm വിഡ്ത്ത് ആൻഡ് 20 cm ഹൈറ്റ്. അതായത് 50 cm ലെങ്ത്തും 30 cm വിഡ്ത്തും 20 cm ഹൈറ്റും ഉള്ള ഒരു ബോക്സ് എടുക്കുക. ട്രാൻസ്പെറൻറ്റ് ഓൺ വൺ സൈഡ്, അതായത് ഒരു സൈഡ് എന്തായിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. എ സ്മോൾ ഹോൾ ഷുഡ് ബി മെയ്ഡ് ഓൺ 2 ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദി ബോക്സ് ആൻഡ് ദ ഹോൾ ഷുഡ് ബി സീൽഡ് വിത്ത് എ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്. ഈ ബോക്സിൻ്റെ ഒരു സൈഡ് ട്രാൻസ്പെറൻ്റ് ആണ്, കാരണം നമുക്ക് പുറമേ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് റേ ഒക്കെ പാസ് ചെയ്യുന്നത്. അതിൻ്റെ രണ്ട് സൈഡിലും ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ആ ഹോൾ എന്ത് ചെയ്യുക, ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് സീൽ ചെയ്യണം, അല്ലെങ്കിൽ അടച്ചു വെക്കാനാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് ലേസർ ടോർച്ച് വേണം, ഇൻസെൻസ് സ്റ്റിക്ക്, ചന്ദനത്തിരി, മാച്ച് ബോക്സ്, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ് ആൻഡ് ലെൻസ് സ്റ്റാൻഡ്. ആഫ്റ്റർ ഫിക്സിംഗ് ദ കോൺവെക്സ് ലെൻസ് ഓൺ ദ സ്റ്റാൻഡ് ഇൻസൈഡ് ദ ബോക്സ് ഫിൽ ദ ബോക്സ് വിത്ത് ദ സ്മോക്ക്. അതായത് കോൺവെക്സ് ലെൻസ് സ്റ്റാൻഡിൽ ഉറപ്പിച്ചതിന് ശേഷം ഈ ബോക്സ് എന്ത് ചെയ്യുക, പുക കൊണ്ട് നിറയ്ക്കാനാണ് പറയുന്നത്. Allow light rays from the laser torch to pass through the hole and allow it to fall on the lens as shown in the figure. അതായത് നമ്മൾ ഈ ബോക്സിൻ്റെ പുറമെ നിന്ന് ലേസർ ടോർച്ച് അടിക്കുന്ന സമയത്ത് ലൈറ്റ് റേ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ ഹോളിലൂടെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ലെൻസിലൂടെ കടന്നു പോകണം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഫിഗർ. അപ്പോൾ ലൈറ്റ് റേ പാസ് ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളതെന്ന് നോക്കാനുള്ളത്. വട്ട് ഡു യു ഒബ്സർവ്? ഡെപിക്റ്റ് ദ പാത്ത് ഓഫ് ലൈറ്റ്. ആ പാത്ത് ഓഫ് ലൈറ്റാണ് ഫിഗർ 2.8 വിശദമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ലൈറ്റ് റേ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് കടന്നു പോകുന്നുണ്ട്. ആ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എഫ് എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ കൂടിച്ചേരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഹവിൻ യു നോട്ടീസ് ദ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് റേ പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഓഫ് ദ കോൺവെക്സ് ലെൻസ് ആസ് ദ പാസ് ത്രൂ ദ ലെൻസ്. അതായത് ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ ഒക്കെ സെൻറ്ററിലൂടെ ഇതിലൂടെ കോൺവെക്സ് ലെൻസിലൂടെ കടന്നു വരുന്നതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ഓൾ ലൈറ്റ് റേ കമ്മിങ് ഫ്രം എ സോഴ്സ് ഓർ റിഫ്ലക്റ്റഡ് ഫ്രം ആൻ ഒബ്ജെക്റ്റ് മേ നോട്ട് ബി പാരലൽ. ബട്ട് ഹിയർ വി ആർ കൺസിഡറിങ് ഓൺലി പാരലൽ റേസ്. അതായത് എല്ലാ റേസും പാരലൽ അല്ലെങ്കിലും നമ്മളിവിടെ പാരലൽ റേസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഹാവിൻ യു സീൻ ലൈറ്റ് റേസ് കൺവേർജ് ടു എ പോയിന്റ് ഓൺ ദി അതർ സൈഡ് ഓഫ് ദ ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ? അതായത് ലെൻസിൻ്റെ മറ്റേ സൈഡിൽ റിഫ്രാക്ഷന് ശേഷം ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണുന്നില്ല എന്നാണ് ചോദിച്ചിട്ടില്ല. കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ കൂടിച്ചേരുക. ദിസ് പോയിന്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ കോൺവെക്സ് ലെൻസ്. ഈ ഒരു പോയിന്റിനാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ നമ്മുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺവെക്സ് ലെൻസ്. അതായത് ലൈറ്റ് റേസ് ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ടുള്ള ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നുണ്ട്, കോൺവെക്സ് ലെൻസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ റിഫ്രാക്ഷൻ കൺവേർജ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഒപ്റ്റിക് ആക്സിസ് ഓൺ ദി അതർ സൈഡ് ഓഫ് ദ ലെൻസ്. അതായത് ലെൻസിൻ്റെ മറുവശത്തുള്ള ഒപ്റ്റിക് ആക്സിസിൽ ഒരു പോയിന്റിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർജ് ചെയ്യുന്നുണ്ട്. ദിസ് പോയിന്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഈ ഒരു പോയിന്റാണ് കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്നറിയപ്പെടുന്നത്. Repeat the experiment shown in figure 2.7 by passing the light through the opposite hole. അതായത് നമ്മൾ രണ്ട് സൈഡിലും ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഓപ്പോസിറ്റ് ഹോളിലൂടെ എന്ത് ചെയ്യുക, ലൈറ്റ് റേ പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലേസർ ടോർച്ച് അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതേപോലെ ഈ ഒരു സൈഡിലുള്ളതിന് പകരം നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യും, ഈ ഒരു ലൈറ്റ് റേസ് ഒക്കെ കൺവേർജ് ചെയ്യും.
ബൈ പാസിംഗ് ദ ലൈറ്റ് ത്രൂ ദ ഓപ്പോസിറ്റ്. ഡിഡിൻ ദ ലൈറ്റ് റേസ് കൺവേർജ് ഇൻ ദിസ് കേസ് ടു? ഈ ഒരു കേസിലും ലൈറ്റ് റേ കൺവേർജ് ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും കൺവേർജ് ചെയ്യും. സോ സച്ച് ലെൻസസ് ഹാവ് ടു പ്രിൻസിപ്പൽ ഫോസൈ, വൺ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ലെൻസ്. അതായത് ലെൻസിൻ്റെ രണ്ട് സൈഡിലും ലഭിക്കുന്ന രീതിയിൽ രണ്ട് ഫോക്കസ് ഉണ്ടായിരിക്കും ഈ ലെൻസിന്. ദീസ് ഫോസൈ ആർ ഇക്യു ഡിസ്റ്റൻറ്റ് ഫ്രം ദ ഒപ്റ്റിക് സെൻറ്റർ. ഈ രണ്ട് ഫോസൈ എന്താണ്? ഈ ഫോസൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് തുല്യ അകലത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. The principal focus of a convex lens is considered real because light ray passing parallel to the optic axis of a convex lens pass through the principal focus after refraction. അതായത് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് റിയൽ ആണ്. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് റേ ഒപ്റ്റിക് ആക്സിസിന് പാരലലായിട്ട് വരുന്ന ലൈറ്റ് റേ ഒരു കോൺവെക്സ് ലെൻസിൽ തട്ടിയതിന് ശേഷം അല്ലെങ്കിൽ റിഫ്രാക്ഷന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഇത് റിയൽ ആണെന്ന് പറയാൻ കാരണം. ടു ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ദ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ്. നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്സ് കണ്ടെത്താൻ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ദ ഇമേജ് ഓഫ് എ ഡിസ്റ്റൻറ്റ് ട്രീ ഓർ എ ബിൽഡിംഗ് ഓൺ ടു എ സ്ക്രീൻ യൂസിങ് എ കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടുള്ള ദൂരെയുള്ള ഒരു മരത്തിൻ്റെയോ ഒരു ബിൽഡിങ്ങിൻ്റെയോ ഇമേജ് എന്ത് ചെയ്യുക? ഒരു സ്ക്രീനിലേക്ക് പതിപ്പിക്കുക. മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ദ ഇമേജ് യൂസിങ് എ സ്കെയിൽ. ഇമേജും ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യുക. ദിസ് ഡിസ്റ്റൻസ് ഈസ് ദ അപ്രോക്സിമേറ്റ് ഫോക്കൽ ലെങ്ത് ഓഫ് ദാറ്റ് ലെൻസ്. ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും ആ ലെൻസിൻ്റെ അപ്രോക്സിമേറ്റ് ഫോക്കൽ ലെങ്ത്. ഇനി എന്താണ് ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞതിൻ്റെ ഡെഫിനിഷൻ? ദ ഫോക്കൽ ലെങ്ത് എഫ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് സെൻറ്റർ ഓഫ് ദ ലെൻസ് ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. ഇത് സ്മോൾ ലെറ്റർ എഫ് എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ട്രൈ സ്മോക്ക് ബോക്സ് എക്സ്പെരിമെൻറ്റ് യൂസിങ് എ കോൺകേവ് ലെൻസ്. നമ്മളിപ്പോൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന അതേ എക്സ്പെരിമെൻറ്റ് കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രോ ദ പാത്ത് ഓഫ് ദ റേ ഓഫ് ലൈറ്റ്, കമ്പയർ ദ ഫിഗർ ഡ്രോൺ വിത്ത് ഫിഗർ 2.10a. അതായത് നെക്സ്റ്റ് പേജ് നമ്പർ 32-ൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ലൈറ്റ് റേയും അതേപോലെ ഈ ഫിഗറും തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. ഹാവിൻറ്റ് യു നോട്ടീസ് എ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ലൈറ്റ് റേ പാസിംഗ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ത്രൂ ദ കോൺകേവ് ലെൻസ്? ഒരു കോൺകേവ് ലെൻസിലൂടെ ഒപ്റ്റിക് ആക്സിസിന് പാരലലായിട്ട് കടന്നു പോകുന്ന ലൈറ്റ് റേസിനൊക്കെ ഡയറക്ഷന് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുന്നത്? ഹിയർ ദ റിഫ്രാക്റ്റഡ് റേസ് അപ്പിയർ ടു ഡൈവേർജ് ഫ്രം എ പോയിൻറ്റ്. അതായത് ഇവിടെ ഈ റിഫ്രാക്റ്റഡ് റേസൊക്കെ ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ അകന്നു പോകുന്നതായിട്ടാണ് തോന്നുന്നത്. ദിസ് പോയിന്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ കോൺകേവ് ലെൻസ്. എ കോൺകേവ് ലെൻസ് ഡൈവേർജസ് ദ റേസ് ഓഫ് ലൈറ്റ്. അതായത് ഈ ഒരു പോയിന്റിനാണ് കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഒരു കോൺകേവ് ലെൻസ് ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യുന്നു. അതായത് നമുക്കറിയാം ഈ ഒരു ലൈറ്റ് റേസ് ലെൻസിലൂടെ കടന്നു പോയതിന് ശേഷം ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പോയിൻറ്റ്സൊക്കെ നമ്മൾ ഒരു പോയിൻറ്റിലേക്ക് കൂട്ടിമുട്ടിച്ചാൽ ഒരു പോയിൻറ്റിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു പോയിൻറ്റിനാണ് എന്ത് ചെയ്യുക? കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺകേവ് ലെൻസ് after refraction appear to diverge from a point on the optic axis on the same side of the lens. This point is the principal focus of a concave lens. അതായത് കോൺകേവ് ലെൻസിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേസ് ഒക്കെ ഒപ്റ്റിക് ആക്സിസിന് പാരലലായിട്ട് കോൺകേവ് ലെൻസിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോവായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇത് ഒപ്റ്റിക് ആക്സിസിലുള്ള ഒരു സെൻറ്റർ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിൻ്റാണ് എന്ത്? കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. Repeat the experiment by passing light through the other side of the concave lens. Haven't you understood that the concave lens also has two principal foci? Do refracted rays pass through the principal focus of a concave lens? ഈ റിഫ്രാക്റ്റഡ് റേസ് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന്? കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നില്ല, നമുക്ക് തോന്നുക മാത്രമാണ് ചെയ്യുന്നത്. If so, is the principal focus of a concave lens considered virtual or real? അങ്ങനെയാണെങ്കിൽ ഒരു കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ വിർച്വൽ ആണോ അതോ റിയൽ ആണോ എന്ന്? അപ്പോൾ വിർച്വൽ ആയിരിക്കും, റിയൽ അല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.